30-ലധികം കോഴ്സുകൾ, ഒരു വലിയ കോർപ്പറേറ്റ് ഓഫീസ്, വലിയ നമ്പർ സ്റ്റുഡൻസ്, അതിനെല്ലാം ഉപരി 100 കോടി വിറ്റ് വരവ്, ഡിഫൻഡർ കാറ്. ഈ ദിവസം ഇങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ബ്രാൻഡ് അംബാസഡറും ഇല്ലാണ്ട് ഇങ്ങനെ വളരെയാണ്. ഞങ്ങൾ രണ്ടുപേരും നഴ്സസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയിൻ എന്താണെന്നും ഒരാൾ എങ്ങനെയാണ് അവരുടെ കരിയർ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫാമിലിനെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നത് തൊട്ടറിഞ്ഞ ആളുകളാണ് ഞങ്ങൾ. OET റിസൾട്ട് വന്നാലും IELTSന്റെ റിസൾട്ട് വന്നാലും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം നീതൂസ് ആയിരിക്കും. എന്താണെങ്കിലും മലയാളികളെ സംബന്ധിച്ച് അവർ പോവാത്ത രാജ്യങ്ങളില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജ് ആണെങ്കിലും പഠിപ്പിക്കും, ഏത് കോഴ്സുകളാണെങ്കിലും പഠിപ്പിക്കണം, കുട്ടികളെല്ലാവരും രക്ഷപ്പെടണം. അത് മാത്രമല്ല നമ്മളെ അവരിൽ കാണുമല്ലേ. തീർച്ചയായിട്ടും ഷാജിയേട്ടാ നമ്മൾ പോലും നമ്മൾ അധോലോകമായിട്ട് ഒരു കച്ചവട പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണോ രണ്ടുപേരും വരുന്നത്? നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പഠിച്ച് നമുക്ക് എങ്ങനെ എത്താൻ പറ്റൂല. കുട്ടിയൊക്കെ ഓടുന്ന ഒരു കാര്യമല്ല പഠനം എന്നുള്ളത്. സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസമുള്ളത്. എൻ്റെ ആരെങ്കിലും ഇന്ന് കാശ് വാങ്ങാത്ത വേണ്ടെന്ന് വെച്ചിട്ടാണ്. നമ്മുടെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആവണത്. കാരണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. ആ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ചിത്രമായിരിക്കണം വരേണ്ടത്. പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധനമാണ് നീറ്റ് എന്ന് പറയുന്നത്. ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാത്ത എന്താണ്? ഇറങ്ങുന്നില്ലേ? നമ്മുടെ ഈ ലാംഗ്വേജ് ഈ കോഴ്സുകൾക്ക് അപ്പുറമായിട്ട് നമ്മൾ വേറെ കുറേ കോഴ്സുകളും കൂടെ ആഡ് ചെയ്തിരുന്നു. ഇപ്പോൾ ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, മൊത്തമായിട്ട് എല്ലാവരും എടുത്തിരിക്കും, എല്ലാ കോഴ്സുകളും ഉണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീറ്റിലേക്ക് ഇറങ്ങുന്നില്ലേ? നമസ്കാരം, ഞാൻ അന്ന സൂസൻ. സ്പാർക്കിന്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. 2018 ഒരു മൊബൈൽ ഫോണുമായിട്ടാണ് നീതൂസ് എന്ന ബ്രാൻഡിന്റെ തുടക്കം. 2019 ഞങ്ങൾ അവരെ കാണുമ്പോൾ അവർ കേരളത്തിലെ തന്നെ നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി എന്ന ലേബലിലേക്ക് മാറിയിരുന്നു. ഇന്ന് 6 വർഷങ്ങൾക്കിപ്പുറം 2025 ഈ ഹോട്ട് സീറ്റിൽ അവർ കഥ പറയാനിരിക്കുമ്പോൾ ഇന്ത്യയിലെ തന്നെ ലീഡിംഗ് ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് നീതൂസ് വളർന്നിരിക്കുകയാണ്. 2018 ഒരു മൊബൈൽ ഫോണിൽ തുടങ്ങിയ ഇന്ന് ആ ബ്രാൻഡിന്റെ വളർച്ച 100 കോടി വിറ്റുവരയിലേക്ക് എത്തിയിരിക്കുകയാണ്. വെൽക്കം ടു ദ ഷോ ഹാരിസ് ആൻഡ് നീതു. താങ്ക് യു. സാധാരണ നീതുവിനെ നമ്മൾ എപ്പോഴും കാണുമ്പോൾ നീതു ഒറ്റയ്ക്കാണ് വന്ന് കഥ പറയാറ്. 2018 ശേഷം നമ്മൾ ഒരുപാട് വേദികളിൽ ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഇന്ന് കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്, ഹാരിസ് മണലുംപാറ. ഈ ഹാരിസിനെയും കൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്തണം. ഞങ്ങൾക്കറിയാം, പക്ഷെ നീതുവിന്റെ ഭാഗത്ത് നിന്ന് പരിചയപ്പെടുത്തിയാലാണുള്ളത് മനസ്സിലാവുള്ളൂ. ഒന്ന് പരിചയപ്പെടുത്താം. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് അറിയാൻ താല്പര്യമുള്ള ഒരു ചോദ്യം തന്നെ ആയിരിക്കും ഇത്. ഇത് പാർട്ട്ണറാണ്. എന്നെയാണ് മിക്കവാറും എല്ലാ വേദികളിലും നീതൂസ് എന്ന് പറയുമ്പോൾ ആളുകൾ കാണുന്നത്. ഇന്നിവിടെ നിങ്ങൾ കാണുന്നത് ദ ബ്രെയിൻ ബിഹൈൻഡ് ദ ബ്രാൻഡാണ്. നീതൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡായി വളർത്തിയ എൻ്റെ ബിസിനസ് പാർട്ട്ണറാണ് മിസ്റ്റർ ഹാരിസ് മണലുംപാറ. ഒരു കോതമംഗലംകാരനാണല്ലേ? കോതമംഗലം സ്വദേശിയാണ്. ഓക്കെ. നീതുവും ഹാരിസും വന്നിരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഇതിന് മുന്നേയുള്ള കഥകളിലും നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോഴെല്ലാം 2 നഴ്സുമാരാണ് നിങ്ങൾ രണ്ടുപേരും. തീർച്ചയായിട്ടും ഒരു ബിസിനസ് തുടങ്ങി ചെറിയ കാലയളവിനുള്ളിൽ വലിയൊരു ബ്രാൻഡാക്കി വളർത്താൻ നിങ്ങൾക്ക് രണ്ടുപേർക്കും ചുരുങ്ങിയ കാലം കൊണ്ട് സാധിച്ചിട്ടുമുണ്ട്. ഒരു കച്ചവട പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നാണോ രണ്ടുപേരും വരുന്നത്? എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 2 ഗവൺമെൻറ് അധ്യാപകരുടെ മകനാണ്. ബിസിനസ്സിനെ ഇഷ്ടമല്ല എന്നല്ല, അവർക്ക് പേടിയായിരുന്നു. കാരണം ബിസിനസ് ചെയ്യുന്നവർ പൊട്ടിപ്പാളീസായി സ്വന്തം വീട് വരെ വിറ്റ് പോകും എന്ന് പേടിയുള്ള 2 പേരൻസിൻ്റെ ഒരു മകനാണ്. പക്ഷേ എൻ്റെ ചെറുപ്പം മുതൽ നമ്മളൊരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി പഠിച്ച് നമുക്ക് എങ്ങനെ എത്താൻ പറ്റൂല. ബിസിനസ് ചെയ്യുന്ന കുട്ടിയൊക്കെ ഓടുന്ന ഒരു കാര്യമല്ല പഠനം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിലുപരിയായിട്ട് ഇങ്ങനെയുള്ള കോച്ചിങ്ങുകളൊക്കെ കൊടുക്കാം, ട്രെയിനിങ് ഒക്കെ കൊടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെയാണ് നമ്മൾ ഇതിനകത്തേക്ക് എത്തുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ട്രെയിനിങ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ക്വാളിറ്റിയുള്ള ട്രെയിനിങ് അഷ്വർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങൾ ആദ്യം മുതൽ ശ്രദ്ധിച്ചുകൊണ്ട്. ഞങ്ങൾ 2019 ഞങ്ങൾ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങൾ 2019 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു ഡ്രീം ഉണ്ടായിരുന്നു. നമ്മൾ ഒരു കുട്ടിയാണെങ്കിലും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ ആ കുട്ടി നല്ലത് പറഞ്ഞ് നല്ല രീതിയിൽ വളർന്ന് അവരുടെ കുടുംബം രക്ഷപ്പെടുന്ന രീതിയിൽ അവൻ എത്തിച്ചേരണം എന്നുള്ളതായിരുന്നു നമ്മുടെ ഡ്രീം. അത് വെച്ചുകൊണ്ട് അതിൻ്റെ പുറകിലായിരുന്നു ഞങ്ങളെല്ലാവരും. ഓരോ കുട്ടികളും രക്ഷപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മനസ്സുകൊണ്ട് ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട്. ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന്
വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾക്കൊരു സഹായം പോലെ ഈ സ്ഥാപനം കൊണ്ട് എത്തിക്കാൻ പറ്റിയെന്നുള്ളതാണ് വലിയ കാര്യമായിട്ട് കാണുന്നത്. ആദ്യഘട്ടത്തിലൊന്നും ഞങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു ഇത് എങ്ങനെയാണിത് മറ്റേ ഇപ്പോഴും അറിയില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഒന്നും അറിയില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ നേഴ്സുമാരാണ്. പക്ഷെ ഞങ്ങൾ ഒരുപാട് പേര് സഹായിച്ചു. ഞങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ രണ്ടുപേരും ആണെങ്കിലും ഞങ്ങളെ ഒരുപാട് വേദികൾ തന്നു, ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ നിരവധി പേര് ഞങ്ങൾക്ക് ഇതിൻ്റെ പാഠങ്ങൾ പറഞ്ഞു തന്നു. ആദ്യം ഞങ്ങൾ രണ്ടുപേരായിരുന്നു, പിന്നെ അതൊരു ടീമായി. ഞങ്ങളുടെ ഡ്രീമിലേക്ക്, ആ ഡ്രീമിനെ എന്താ പറയുന്ന മുന്നോട്ട് നടത്തിക്കാനായിട്ട് വലിയ ടീം, വലിയ ഞങ്ങളുടെ കൊളീഗ്സായിട്ട് ഒരുപാട് പേര് പല മേഖലകളിൽ നിന്ന് കടന്നു വന്നു. ഇപ്പോൾ സന്തോഷം കൊണ്ട് പറയുവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്ര വലിയൊരു ടീമിൻ്റെ ഒരു സപ്പോർട്ടുമാണ് നീതൂസ് എന്ന് പറയുന്ന ബ്രാൻഡ് ഇങ്ങനെ വളരാൻ കാരണം. ഇന്ന് 2025 എത്തുവാണെങ്കിൽ ഞാൻ 2019 വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സാലറി കൊടുത്ത് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ നേരത്തെ അന്ന പറഞ്ഞ പോലെ തന്നെ ഒരു 100 കോടി ടേൺ ഓവറിലേക്ക് എത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളെ പോലെയുള്ള ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു എന്താ പറയുക, നമുക്ക് എപ്പോഴും സ്വപ്നം പോലെയാണ് നമ്മൾ ഇതൊക്കെ കാണുന്നത്. ഷാജിയേട്ടാ നമ്മൾ പോലും അറിയേണ്ട നമ്മൾ അധോലോകമായിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നീതുവിനോട് ഞാൻ ചോദിക്കുന്നത്, ഭയങ്കര ഹംബിളായിട്ടുള്ളൊരു ബിഗിനിങ് ആയിരുന്നു ഒരു മൊബൈലിൽ നിന്ന്. ബൈജൂസ് അടക്കമുള്ള കമ്പനികളിലൂടെ പൂട്ടിപ്പോയ ഒരു കാലഘട്ടത്തിൽ നിങ്ങളുടെ ടെക് കമ്പനി മാത്രം എങ്ങനെ നേട്ടം ഉണ്ടാക്കണം? വേറെ ഒരു എന്തെങ്കിലും സൂത്രവാക്യമുണ്ടോ, എന്തെങ്കിലും ഒരു മാജിക് ഉണ്ടോ? ഇത് എന്തെങ്കിലും ടെക്നോളജി ഉണ്ടോ ഇതിൽ അറിയുവാണെങ്കിൽ വേണം തുടങ്ങാനായിട്ട്? എനിക്ക് തോന്നുന്നു നീതൂസിൻ്റെ ഏറ്റവും വലിയൊരു സക്സസ് എന്ന് പറയണം, ഇപ്പം ഹാരിസ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വളരെ ചെറിയൊരു രീതിയിൽ തുടങ്ങി. നമ്മുടെ അടുത്ത് ആദ്യം എത്തിയ ഒരു കുട്ടീനെ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്തു, എത്ര ക്വാളിറ്റിയുള്ള ട്രെയിനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിൽ നിന്ന് വരുന്ന റെഫറൻസ്, ആ ഒരു രീതിയിലാണ് ഫോക്കസ് ചെയ്ത് നീതൂസ് കയറി വന്നത്. നമ്മളെപ്പോഴും ഒരു ലോങ് ടേം റണ്ണിൽ ക്വാളിറ്റി ഫോക്കസ് ചെയ്ത് തന്നെയാണ് പോയത്. തുടക്കത്തിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തതെന്ന് പറയുന്നു റെഫറൽ സിസ്റ്റത്തിന് തന്നെയാണ്. നമ്മുടെ അടുത്ത് വരുന്ന ഒരു സ്റ്റുഡൻറ്റ് അവരുടെ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് അവരിലോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവരത് ഒരുപാട് പേരോട് പറയും. കാരണം ഞങ്ങൾ രണ്ടുപേരും നേഴ്സസ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ പെയിൻ എന്താണെന്നും ഒരാൾ എങ്ങനെയാണ് അവരുടെ കരിയർ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ഫാമിലീനെ ഒന്ന് സെറ്റിൽ ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത് എന്നത് തൊട്ടറിഞ്ഞ ആളുകളാണ് ഞങ്ങൾ. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും വെളിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ്. സോ അതിൻ്റെ പെയിൻ ഞങ്ങൾക്കറിയാം. ഞങ്ങളുടെ ഫ്രണ്ടിൽ എത്തുന്ന ഒരു സ്റ്റുഡൻറ്റിനെ ഞങ്ങളുടെ ഓൺ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ കമ്പയർ ചെയ്ത് ട്രീറ്റ് ചെയ്തത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു, എനിക്ക് തോന്നുന്നു ഈ ഒരു 6 വർഷം കൊണ്ട് ഇത്ര അധികം സ്റ്റുഡൻസിനെ പഠിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും. ഇത്ര അധികം എന്നുള്ള ഒരു നമ്പറായിട്ട് പറയാം. കാരണം ഈ അധികം എന്ന് പറയുമ്പോൾ 2000 ആണോ 1000 ആണോ? ഇപ്പൊ നേത് പറഞ്ഞ പോലെ തന്നെ, നേത് നേരത്തെ പറഞ്ഞ റെഫറൻസ് ഇല്ല, നേരത്തെ പറഞ്ഞോണം ഒന്ന് ആഡ് ചെയ്യും. അതായത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഏറ്റവും വലിയ ഒരു കാര്യമായിട്ട് തോന്നണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊരു സാധാ മലയാളി നേഴ്സുമാരെ 2 പേര് ഞങ്ങൾ നേഴ്സുമാരെ പഠിപ്പിച്ചുകൊണ്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പുറത്തേക്ക് പോകാനുള്ള ലാംഗ്വേജ് കോഴ്സുകൾ കൊണ്ട് തുടങ്ങുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ സൗദിയിലും UAE-യിലും ഒക്കെ വർക്ക് ചെയ്യുമ്പോൾ പുറത്തു നിന്നുള്ള നേഴ്സുമാർ, ഫിലിപ്പീൻസിൽ നിന്നുള്ള നേഴ്സസ്, ശ്രീലങ്കയിൽ നിന്നുള്ള നേഴ്സുമാർ, ഇന്തോനേഷ്യയിൽ നിന്നുള്ളവർ, അതുപോലെ തന്നെ മറ്റേ നൈജീരിയയിൽ നിന്നുള്ള നേഴ്സുമാർ, അങ്ങനെ ഒരിടയ്ക്ക് 2021 ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു അല്ല ഇത് ഒരു 60-70% തന്നെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ഈ പുറത്ത് നിന്നുള്ളവരായിരുന്നു. അതായത് നമ്മളിവിടെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് പുറത്തുള്ള വിദ്യാർത്ഥികൾ നമ്മുടെ മലയാളികളായിട്ടുള്ള നേഴ്സുമാർ അല്ലെങ്കിൽ മറ്റുള്ളവർ ലാംഗ്വേജ് ട്രെയിനേഴ്സ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെ നമുക്ക് 2019 നമ്മുടെ റെഫറൻസ് വഴി ഒരുപാട് മലയാളികളില്ലാത്ത കൺട്രിയില്ല, മലയാളികൾ വർക്ക് ചെയ്യുന്നിടത്ത് അവരുടെ റെഫറൻസിൽ മലയാളികളല്ലാത്ത സ്റ്റുഡൻസ് പഠിക്കാനായിട്ട് വന്നു. അങ്ങനെ നമ്മൾ പിന്നെ പല കോഴ്സുകൾ അതിൻ്റെ കൂടെ പിന്നെ അഡീഷണൽ ആയിട്ട് പല കോഴ്സുകൾ ആരംഭിച്ചു. എല്ലാ ലാംഗ്വേജ് കോഴ്സുകളും ആരംഭിച്ചു. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ആരംഭിച്ച കോഴ്സാണ് ജാപ്പനീസിൻ്റെ ഒക്കെ പ്രത്യേകം നിങ്ങൾക്ക് അറിയായിരിക്കും. ജാപ്പനീസൊക്കെ പഠിപ്പിക്കാൻ അറിയാവുന്നവർ വളരെ കുറച്ച് പേരുണ്ട്. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജപ്പാനിൽ നിന്ന് നമ്മൾ ട്രെയിനേഴ്സിനെ ഹയർ ചെയ്ത് ഓൺലൈൻ വഴി ഓഫ്ലൈൻ വഴിയൊക്കെ നമുക്ക് കൊണ്ടുവന്ന് പഠിപ്പിക്കണം. എന്താണെങ്കിലും മലയാളികളെ സംബന്ധിച്ച് അവർ പോകാത്ത രാജ്യങ്ങളില്ല. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഏത് ലാംഗ്വേജ് ആണെങ്കിലും പഠിപ്പിക്കും, ഏത് കോഴ്സുകളാണെങ്കിലും പഠിപ്പിക്കണം,
കുട്ടികളെല്ലാവരും രക്ഷപ്പെടണം, അത് മാത്രമല്ല. നമ്മളെ അവരിൽ കാണുമല്ലേ? തീർച്ചയായിട്ടും ഞങ്ങൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഞങ്ങളെ തുടക്കത്തിൽ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു. പിന്നെ ഒരു കോഴ്സിന്റെ സക്സസ്ഫുൾ അല്ലെങ്കിൽ അതിന്റെ ഒരു റിസൾട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് ഞങ്ങൾ അഡീഷണൽ കോഴ്സസ് സെയിം ഒരു സ്ട്രാറ്റജിയിൽ തന്നെയാണ് ഓരോ സ്റ്റുഡൻറ്റിനെയും ഡീൽ ചെയ്യുന്നത്. ഒരു 2018-19 കാലയളവിൽ നമ്മൾ കോവിഡിന്റെ ഒക്കെ പീക്കിൽ നിൽക്കുകയാണ്. ആ ഒരു സമയം കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരുപാട് എഡ്ടെക് കമ്പനികൾ വളർന്നു വന്നു. ഒത്തിരി എഡ്ടെക് കമ്പനികൾ ഉണ്ടായി. നിലവിലുണ്ടായിരുന്ന കമ്പനികളെല്ലാം വളർന്നു. പണ്ടത്തെ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ട്രഡീഷണൽ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കമ്പനികളും എഡ്ടെക്കായിട്ട് മാറി. പക്ഷേ ഇവരെല്ലാവരും വളർന്നു വരുന്നതിനോടൊപ്പം തന്നെ കുറേ ബ്രാൻഡുകൾ പൂട്ടിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു ഇൻവെസ്റ്റ്മെന്റോ ഒന്നും സ്വീകരിക്കാതെ നമ്മൾ വളരുകയാണ് ചെയ്തത്, നീതൂസ് വളരുകയാണ് ചെയ്തത്. അതിന്റെ പിറകിലെ സൂത്രവാക്യം എന്തായിരുന്നു? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2010 നമ്മൾ കാണുന്നത് എനിക്ക് തോന്നുന്നു 2019 ലാസ്റ്റാണ്. നിങ്ങള് അന്ന് നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം നിങ്ങൾ ഓർക്കണ്ടോന്ന് അറിയില്ല. നമ്മളൊരു ചെറിയ റൂമിൽ അപ്പൊ നിങ്ങളൊരു നീതൂസില് നിങ്ങളുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിച്ചു വലിയ ഓഫീസാന്നാ, ചെറിയൊരു മുറി ഓഫീസാലോ നിങ്ങളുടേത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമ്മൾ അന്ന് മറ്റുള്ളവരെല്ലാവരും വലിയ ബ്രാൻഡുകളും മറ്റുള്ള കാര്യങ്ങളും വലിയ ഓഫീസുകളിലേക്കൊക്കെ ശ്രദ്ധിച്ചപ്പോൾ നമ്മളന്ന് ശ്രദ്ധിച്ചത് ഒറ്റ മുറിയാണെങ്കിലും, കാരണം നമ്മുടെ ഓൺലൈനാണ് അന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം. ആ ഒറ്റ മുറിയാണെങ്കിൽ ആ ഒറ്റ മുറിയിലിരുന്നു കൊണ്ട് നമ്മൾ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമായിരുന്നു നമ്മൾ ആ സമയത്ത് നമ്മുടെ ലക്ഷ്യം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും 2025 നമ്മുടെ ഒരു വലിയ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസ് നമ്മൾ തുടങ്ങുന്നത്. മറ്റതെല്ലാം ചെറിയ ചെറിയ ഓഫീസുകൾ പിന്നീട് നമ്മൾ തുടങ്ങി. 2020 ശേഷം നിരവധി ഓഫീസുകൾ, എനിക്ക് തോന്നുന്നു ഒരു 10-18 ഓഫീസുകൾ പല ഭാഗത്തായിട്ട് പല GCC കൺട്രീസിൽ ഉൾപ്പെടെ തുടങ്ങിയെങ്കിലും ആ സമയത്തൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ഈ ഒരൊറ്റ കാര്യത്തിലായിരുന്നു. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് വലിയ ഓഫീസ്, നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ പല മോട്ടിവേഷൻ സ്പീക്കർമാരൊക്കെ പറയുന്നത് നമ്മൾ അന്നേ കണ്ടു. കാരണം നമുക്ക് അന്ന് വേണ്ട, നമ്മൾ അന്ന് ചിന്തിക്കണ മെട്രോ കയറി പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ബസ്സിന് യാത്ര ചെയ്തിട്ടാണെങ്കിലും ഓഫീസിലെത്തിയാൽ മതി എന്നുള്ള ഒരു ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഒരു ചിന്തയിലുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഓഫീസ് സ്ട്രക്ചറൊക്കെ നമുക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അന്ന് നോക്കിക്കൊണ്ടിരുന്നപ്പോഴുള്ള നമ്മുടെ കുറേ സ്ഥാപനങ്ങളുണ്ടായിരുന്നു. രംഗമൊക്കെ പറഞ്ഞ പോലെയുള്ള കുറേ സ്ഥാപനങ്ങൾ എന്തോ നമുക്കിപ്പോൾ അവരെയൊക്കെ വളരെ ലൈവായിട്ട് കാണാൻ സാധിക്കുന്നില്ല പഴയ പോലെ. നമ്മൾ കാണുന്നതിൽ നിന്ന് മാറിയിട്ട് 30-ലധികം കോഴ്സുകൾ, ഒരു വലിയ കോർപ്പറേറ്റ് ഓഫീസ്. നമ്പർ നിങ്ങൾ പറഞ്ഞില്ല എത്ര പേരാണെന്നുള്ളത് ഞാൻ ചോദിച്ചായിരുന്നു. എന്നാലും ഞാനൊരു ഊഹിക്കുകയാണ്, വലിയ നമ്പർ സ്റ്റുഡൻസ്, അതിനെല്ലാം ഉപരി 100 കോടി വിറ്റുവരവ്, ഡിഫൻഡർ കാറ്. ഈ ദിവസം ഇങ്ങനെ പ്രത്യേകിച്ച് യാതൊരു ബ്രാൻഡ് അംബാസഡറും ഇല്ലാണ്ട് ഇങ്ങനെ വളരുക. എന്താ നിങ്ങളൊരു ബ്രാൻഡ് അംബാസഡറെ വെക്കാത്ത? ഞാൻ നീതുവിനോട് ചോദിക്കുന്നില്ല, ഹാരിസിനോട് ചോദിക്കുന്നത്. ഇപ്പോൾ ഈ ഡിഫൻഡർ കാറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ്, ഡിഫൻഡർ കാറ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2025 നമ്മൾ ഡിഫൻഡർ കാറൊക്കെ എല്ലാ വളർച്ച 25 വലിയ വർഷമാണ്. ഈ നമ്മൾ ഇതെല്ലാം ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സത്യസന്ധമായിട്ട് എന്ത് കാര്യമാണല്ലോ സത്യസന്ധമായിട്ട് ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യവും നമ്മുടെ അടുത്തേക്ക് എത്തിച്ചേരും എന്നുള്ളൊരു വിശ്വാസമുള്ളത്. സത്യസന്ധതയോടെ കാര്യങ്ങൾ ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ വെടിപ്പായിട്ട് ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ അന്ന് നിന്ന് അതുപോലെ തന്നെ ഇന്ന് നിൽക്കുക. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആർക്കും ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കാൻ അതൊരു കാര്യം, ഒരു സംശയമില്ല കാര്യത്തിൽ. ബ്രാൻഡ് അംബാസഡറിന്റെ കാര്യം പറഞ്ഞില്ല. നമ്മളെ സംബന്ധിച്ച് നിങ്ങൾക്കറിയാം 2019 തൊട്ട് കാണുന്നതാണ് നമുക്കൊരു ബ്രാൻഡ് അംബാസഡർ ഇല്ല. സത്യത്തിൽ ഈ ബ്രാൻഡ് അംബാസഡറിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ എപ്പോഴും ബ്രാൻഡ് അംബാസഡർ ഇല്ലാന്ന് പറയണ്ട, ബ്രാൻഡ് അംബാസഡർ ഉണ്ട്. എന്നിരുന്നാലും നമ്മുടെ ബ്രാൻഡ് അംബാസഡർ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ആവണം. കാരണം നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുക ചെയ്യുന്നത്, ആ പഠിപ്പിക്കുന്ന കുട്ടികളുടെ മനസ്സിൽ എപ്പോഴും വരേണ്ടത് പഠിപ്പിക്കുന്ന അധ്യാപികയുടെ ചിത്രമായിരിക്കണം വരേണ്ടത്. അത് മറ്റുള്ള ചിത്രങ്ങൾ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അപ്പോഴത്തെ ഒരു രസം ഉണ്ടാവുള്ളൂ. പക്ഷെ അത് കുട്ടികളുടെ ഹൃദയത്തിലേക്ക് പതിയില്ല. നേരെ തിരിച്ച് ഹൃദയത്തിലേക്ക് ഒരു അധ്യാപികയുടെ ചിത്രം പതിഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ഉണ്ടാവും. ഇപ്പോഴും നമ്മളൊക്കെ കാണും, നമ്മൾ പഠിപ്പിച്ച അധ്യാപകരെ ടീച്ചേഴ്സിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്ത് മുണ്ട് മടക്കി കുത്തിയിട്ടാണല്ലോ പതൊക്കെ ഒന്ന് സൈഡായിട്ട് നമ്മൾ മാറിപ്പോലെ. എത്ര ഞാൻ ചെറുപ്പത്തിൽ ഞങ്ങളുടെ നാട്ടിൽ കർണൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അപ്പം ഞങ്ങളവിടെ മരിച്ചുപോയി, തങ്കച്ചൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്.
അപ്പോൾ ഞാൻ നിൽക്കുമ്പോൾ അന്ന് ലാൻഡ് ലൈനേ ഉള്ളൂ. അപ്പോൾ മൊബൈലിലായിട്ട് കർണൻ ചേട്ടനെ തങ്കച്ചൻ സാർ വിളിക്കുകയാണ്. ഇവിടെ നിന്ന് സാർ 1 മിനിറ്റ് എന്നും പറഞ്ഞ് മുണ്ടൊക്കെ അയച്ചിട്ടിട്ടാണ് ഫോൺ എടുക്കണത്. അപ്പോൾ ഇത് കാണാനൊന്നും പോകുന്നില്ല, എന്നാൽ പോലും അറിയാതൊരു ബഹുമാനം വരുന്നത്. അധ്യാപകരെ സംബന്ധിച്ച്, പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സംബന്ധിച്ചും നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, കേരളത്തിൽ ഇന്ന് ലീഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങൾ അവർക്ക് ആർക്കും മറ്റേ ബ്രാൻഡ് അംബാസഡർമാരുണ്ടാവില്ല. ഞാൻ ആരുടെ പേര് പറയുന്നില്ല, നിങ്ങൾ നോക്കിയറിയാം. കാരണം അവർ തന്നെയായിരിക്കും വിദ്യാർത്ഥികളുടെ ഹൃദയത്തിൽ പതിഞ്ഞേക്കുന്നത്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ നീതു എന്ന് പറയുന്ന നമ്മുടെ ടീച്ചർ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ഹൃദയങ്ങളിൽ പതിഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ എന്ന് മാത്രമല്ല, ഞങ്ങളുടെ ബ്രാൻഡ് തന്നെ നീതുവാണ്. നീല സാരി എടുത്ത നീതു അല്ലേ? അതെ, അത് സ്പെസിഫിക് ആയിട്ട് പറയണം. സാരി എടുത്ത് വേണ്ട മനസ്സിലാവില്ല. എന്നോട് ചോദിച്ച നാളൊക്കെ നമ്മൾ ഒരുമിച്ചിരുന്നപ്പോൾ പറഞ്ഞു നീതൂസല്ലേ, നീതുവാണ്. നീതോ ആ കുട്ടി വേറെ സാരിയാണല്ലോ എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻസിന്റെ സ്നേഹവും ആ ഒരു എന്താ പറയുക റെസ്പെക്റ്റും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഒരു ടീച്ചർ എന്ന നിലയിൽ ഏറ്റവും അഭിമാനം തോന്നുന്നത് അതാ. നമ്മളൊരു സ്ഥലത്ത് പോകുമ്പം സ്റ്റുഡൻസ് നമ്മൾ തിരിച്ചറിയുക, ഓടി വരിക, ആ ഒരു സ്നേഹം എന്നൊക്കെ പറയുന്നത് അതൊരു വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. നമ്മൾ ഈ സാരിയും ബ്രാൻഡ് അംബാസിഡർ ഒക്കെ പറഞ്ഞപ്പോൾ ആ കൂടെ തന്നെ പറയേണ്ട ഒരു കാര്യം നമ്മുടെ ഈ ഔട്ട്ഡോർ പരസ്യങ്ങളെ കുറിച്ച്. കാരണം ഒരുപാട് ബ്രാൻഡുകൾ പരസ്യം ചെയ്യുന്നുണ്ട്. നീതൂസിനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ പറയും ഏറ്റവും നല്ല ഹോർഡിങ്സ് എല്ലാം നീതൂസ് എടുത്ത് വെച്ചേക്കുമായിരിക്കും. കൊച്ചിയിൽ വന്നാൽ നീതൂസിന്റെ ഔട്ട്ഡോർ ബ്രാൻഡിങ്ങുകൾ ഇല്ലാത്ത സ്ഥലങ്ങളില്ല. പക്ഷേ സെയിം ടൈം ഈ ഔട്ട്ഡോർ ബ്രാൻഡിങ്ങുകൾ ഓവർ ആയിട്ട് ചെയ്തിട്ട് പൂട്ടിപ്പോയ ബ്രാൻഡുകളും നമ്മുടെ മുമ്പിൽ നമുക്ക് എക്സാമ്പിളായിട്ട് കുറേ പേരുണ്ട്. അപ്പോൾ ഈ ഒരു സെഗ്മെന്റിനെ നിങ്ങൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്? കാരണം 5 വർഷമായിട്ട് നിങ്ങളത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് ചെയ്തു പോകുന്നുണ്ട് ഈ 6ാമത്തെ വർഷത്തിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത്? ഒരു എന്താ പറയുക, ഒരു പാളിച്ച പറ്റാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ? 2018 തുടങ്ങിയ ഞങ്ങളുടെ സ്ഥാപനം 2021 ഔട്ട്ഡോർ ബ്രാൻഡിങ്ങിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നത്. 21 ആ ഔട്ട്ഡോർ ബ്രാൻഡിങ്ങിലേക്ക് ശ്രദ്ധിച്ച് തുടങ്ങിയപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എല്ലാ ബോർഡുകളും നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണില്ല അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മെട്രോ എറണാകുളത്ത് വന്ന ടൈമിൽ ഒരു നെല്ലിക്കയുടെ പരസ്യമായിരുന്നു വച്ചിട്ടൊരു ബോർഡായിരുന്നു. എറണാകുളത്തുള്ളവർ ഓർക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ആളുകൾ കാണുന്ന ഒരു നെല്ലിക്ക മാത്രം. ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരത് മാറ്റിയിട്ട് പറഞ്ഞു ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും കേട്ടു. നെല്ലിക്ക അപ്പോഴും ഉണ്ട്. അപ്പോൾ അതൊരു വളരെ മനോഹര ക്യാമ്പയിനാണ്. എറണാകുളം കണ്ടേക്കണതിൽ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അതുപോലെ തന്നെയാണ് ആദ്യം ആളുകൾക്ക് ഫുള്ള് കയ്പാർന്നത്. കാരണം ഫുള്ള് നിങ്ങൾക്കറിയാം മെട്രോ വന്ന ടൈമിൽ നമുക്ക് പുറത്ത് കച്ചവടക്കാരൊക്കെ ബുദ്ധിമുട്ടി. ഇപ്പോൾ എറണാകുളം ഒരുപാട് മനോഹരമായി അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഔട്ട്ഡോർ ബ്രാൻഡിങ് ചെയ്യുമ്പോൾ നീതൂസിൻ്റെ ഔട്ട്ഡോർ ബ്രാൻഡിങ്ങിനെ കുറിച്ചൊക്കെ ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വന്ന് ചോദിക്കും നിങ്ങൾക്ക് ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്, സഹായിക്കുന്നത്. അപ്പോൾ നമ്മൾ വേറെ ഒന്നും, നമ്മൾ ആര് ഹെൽപ്പ്, ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആര് ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ചുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ടൊക്കെ ഇറങ്ങും. അപ്പോഴൊക്കെ തിരക്കില്ലാത്ത ടൈമൊക്കെ ആയിരിക്കും, വൈകിട്ട് ടൈമുകളിലൊക്കെ ഇറങ്ങും. അപ്പം നമ്മൾ തന്നെ തപ്പി നടക്കും. നമ്മുടെ കണ്ണിൽ ഏതാണോ വരുന്നത് അത് നമ്മളെടുക്കും. ആ ബോർഡുകൾ നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് ഒരുപാട് കമ്പനികളുണ്ട്. ഒരു ക്യാമ്പയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു 100, 200, 300 ബോർഡിങ്ങൊക്കെ അതിൻ്റെ ഓണർമാർ ഒരിക്കലും അറിയണ്ടാവില്ല എവിടെ വയ്ക്കുന്നത് എന്നുള്ളത്. ഞാൻ പറയുകയാണെങ്കിൽ ഓരോ ഓണറിൻ്റെയും കണ്ണെത്തുന്ന അവിടെ ആയിരിക്കണം അവൻ്റെ ബ്രാൻഡിങ്. എറണാകുളത്ത് ഇപ്പോൾ ടോൾ ജംഗ്ഷനിലുള്ളൊരു ബോർഡ് പലരും നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു പാടാണ്. അപ്പോൾ അങ്ങനെ കുറേ ബോർഡുകളുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രാധാന്യമുണ്ട്, വലിയ പ്രാധാന്യം. ഇപ്പം ജയലക്ഷ്മി ഓപ്പൺ ആയപ്പോൾ ജയലക്ഷ്മിനേക്കാളും ആൾക്കാർ കണ്ടിട്ടുണ്ടാവുക നീതുവിനെയായിരിക്കും. അതെ, ഇപ്പോൾ വലിയ ബോർഡുകൾക്ക് ഒരുപാട് മെസ്സേജുകൾ കൊടുക്കാറുണ്ട്. ഞങ്ങളുടെ ലേറ്റസ്റ്റ് ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, നോക്കിയിട്ടാണോ പോണെന്നുള്ളത്. അതിലേക്ക് വരാനിരിക്കുകയായിരുന്നു. ഓക്കെ, അത് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നോക്കിയിട്ടാണോ പോണേന്ന് നമ്മൾ ചോദിക്കാനൊരു കാരണമുണ്ട്. കാരണം നമുക്ക് ഏകദേശം ഒരു 10,000 കണക്കിന് വിദ്യാർത്ഥികൾ ഓൺലൈനായി ഓഫ്ലൈനൊക്കെ ആയിട്ട് പല സ്റ്റേറ്റുകളിൽ നിന്നും ഇപ്പോൾ രാജ്യത്തിൻ്റെ പുറത്തു നിന്നൊക്കെ പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് കോഴ്സുകൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ പല കുട്ടികളുടെ ഒരു കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല യൂണിവേഴ്സിറ്റികളിലേക്ക് പോയിട്ട് തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. നിങ്ങൾ ഇപ്പോൾ പുതിയ വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ പുതിയ അമേരിക്കൻ പ്രസിഡൻ്റായ ട്രംപ് ആശാനൊക്കെ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനധികൃതമായിട്ട് അവിടെ നിന്ന് കഴിഞ്ഞാൽ പുറത്താക്കുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അനധികൃതമായിട്ട് നമ്മൾ വിദ്യാർത്ഥികളെ പോയിട്ട് പല സ്ഥലങ്ങളിൽ അവർക്ക് ജോലി കിട്ടാതെയൊക്കെ
പോരുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ അടുത്ത് സ്റ്റഡി എബ്രോഡ് ഞങ്ങൾ ഉദ്ദേശിച്ച ആ ക്യാമ്പയിൻ ഇത്ര ഉദ്ദേശിച്ചോളൂ, നോക്കിയിട്ട് പോയാൽ മതി, നീതൂസ് നിങ്ങൾ നന്നായിട്ട് നോക്കും. ഇതാണ് നമ്മൾ ഉദ്ദേശം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം നമ്മുടെ തന്നെ വിദ്യാർത്ഥികൾ ഒരുപാട് പേരുണ്ട്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മളറിയാവുന്ന നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മളറിയാം, പുറത്തുള്ള ഒരു ഹെൽപ്പ് എന്ന നിലയ്ക്ക് നമ്മളെപ്പോഴും ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ പോകണമെന്ന് തന്നെ ഇല്ല, നമ്മളെ ആർക്കും സമീപിക്കാം. നമ്മുടെ അടുത്ത് നല്ല സ്ഥലങ്ങളാണോ പഠിച്ച കുട്ടികൾ ഓൾറെഡി നമ്മൾ വഴി പോകും. അപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് നിന്ന് വിസ റിജക്ഷൻസും തിരിച്ചു വരവൊക്കെ കുറവാകുമ്പോൾ ആ സർവീസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് നല്ലൊരു അത് തന്നെ. അതും പിന്നെ വേറൊരു ഘടകം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്. ഇപ്പോൾ ഇവരൊരു കൺസൾട്ടിങ് ഏജൻസിനെയൊക്കെ സമീപിച്ചിട്ടായിരിക്കും, ഒരുപാട് നല്ല സ്ഥാപനങ്ങളുണ്ട് കേട്ടോ, അങ്ങനെയുള്ളവർ സമീപിച്ചിട്ടായിരിക്കും പോകുന്നത്. ആരുടെ അടുത്ത് പോയാലും നമ്മളിപ്പോൾ ഒരു അസുഖമാണെങ്കിൽ പല ഡോക്ടർമാരെ പോയി കാണൂലേ, ഇപ്പോൾ ഒരു അസുഖം ഉണ്ടെങ്കിൽ പല ഡോക്ടർ. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയാണ് വിദ്യാർത്ഥികൾ പുറത്ത് 2-3 പേരുടെ അടുത്തൊക്കെ ചോദിക്കുക. നമ്മുടെ അടുത്തും ചോദിച്ചോ, നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ മാത്രം പോയാൽ മതി, നല്ലതാണെങ്കിൽ മാത്രം പോകാമുള്ളൂ. പോയി കഴിഞ്ഞാൽ തിരിച്ചു വരാനുള്ള ലക്ഷ്യത്തിൽ പോവുകയും ചെയ്യരുത്. കുറച്ച് നാൾ പണിയെടുക്കാൻ തയ്യാറായിട്ടാണ് പഠിക്കുക, പണിയെടുക്കുക, തയ്യാറായിട്ട് പോകണം. ഞാനൊരു കാര്യം നീതുവിനോട് ചോദിക്കട്ടെ. എല്ലാ ആൾക്കാരും ഭയങ്കര പെട്ടെന്ന് ഗ്രോ ചെയ്ത് കാണാറുണ്ട്, 500 കോടി 600 കോടി 700. നിങ്ങളുടെ ഒരു സ്റ്റഡി പ്രോസസ്സാണ്, ഓരോ ഘട്ടം വെച്ചാൽ പോകുന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടായതല്ല നീതൂസിന്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റയടിക്ക് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പോകാമായിരുന്നു. എന്ത് ആരുടെയും കയ്യിൽ നിന്ന് കാശ് വാങ്ങാത്ത വേണ്ടെന്ന് വെച്ചിട്ടാണ്? ശരിക്കും പറയുവാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുമ്പം നമ്മുടെ നീതൂസിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശരിക്കും ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. അപ്പം ഞങ്ങളുടെ അടുത്താണെങ്കിലും പേഴ്സണലി വന്ന് സംസാരിച്ചിട്ടുമുണ്ട്. മേടിച്ചില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത് മേടിച്ചില്ല. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം ഉള്ള സ്റ്റുഡൻസും ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഫിനാൻഷ്യലി നമുക്ക് അങ്ങനെ ഒരു ഫോക്കസ് നീഡ് വന്നിട്ടില്ല. ഇനി നാളെ അങ്ങനെ ഒരു നീഡ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയും ഇതൊന്ന് സ്കെയിലപ്പ് ചെയ്യാൻ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. ഒരുപാട് പ്ലാൻസ് മൈൻഡിലുണ്ട്. അതിൻ്റെ ഒരു പാർട്ടാണ് ഇപ്പോൾ നമ്മൾ സ്റ്റഡി അബ്രോഡിൻ്റെ കാര്യം പറഞ്ഞത്. നമ്മൾ ചെറിയ രീതിയിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് നമ്മൾ കുറച്ചും കൂടെ ഫോക്കസ്ഡ് ആവുകയാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊക്കെ വരുമ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട വന്നാൽ ചിന്തിക്കാം. എന്തായാലും നമുക്ക് ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് പോകാന്നാണ്. നിലവിൽ ഞങ്ങൾ പഠിപ്പിച്ച് കാശ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അല്ലേ? നമുക്ക് അത്രയും സ്റ്റുഡൻസിന്റെ ഒരു ഇത്രയും പഠിച്ചു പോയ സ്റ്റുഡൻസും എത്രയെന്ന് പറയൂ. നമ്മളൊരു നേരത്തെ പറഞ്ഞല്ലോ, ഒരു 10,000 കണക്കിന് കുട്ടികൾ അറ്റ് എ ടൈം ഓൺലൈനൊക്കെ ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ 6 പല കോഴ്സുകളായിട്ട് 30ഓളം കോഴ്സുകളായിട്ട് പഠിക്കുന്നുണ്ട്. അതായത് ഒരു 50,000 മുതൽ 1,00,000 വരെയുള്ള കുട്ടികൾ ഉണ്ടാകും. ഈ ഒരു 6 വർഷം കൊണ്ട് ടോട്ടൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് മോർ ദാൻ 50,000. അടിപൊളി. കാരണം ഇത്രയും പേർക്കൊരു കാരണം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ റിസൾട്ട് ഇപ്പം ഒരു OETയുടെ റിസൾട്ട് വന്നാലും IELTSന്റെ റിസൾട്ട് വന്നാലും ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം നീതൂസ് ആയിരിക്കും. നീതൂസിന്റെ വിന്നേഴ്സ് മീറ്റ് ഭയങ്കരമായിട്ട് ആളുകളെ നോക്കി കാണുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ അത് പേഴ്സണലൈസ് ആയിട്ട് പറയാൻ കാരണം എൻ്റെ സിസ്റ്റർ ഇൻ ലോ ഒക്കെ അത് ഭയങ്കരമായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. ഈ വിന്നേഴ്സ് മീറ്റിലെ നീതുവിൻ്റെ ഒരു സന്തോഷം ഭയങ്കരമായിട്ട് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഒരു അധ്യാപിക എന്നുള്ളതിൽ ഭയങ്കര സക്സസ് ആണല്ലോ. തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ കേരളത്തിൽ നിന്ന് വളർന്ന് ഇന്ത്യയിൽ തന്നെ ഒരു ലീഡിങ് ലേണിംഗ് പ്ലാറ്റ്ഫോമായിട്ട് മാറിയിരിക്കുകയാണ്. പക്ഷെ നിങ്ങൾ പഠിപ്പിക്കുന്ന സെഗ്മെന്റും ഈ പറഞ്ഞതുപോലെ ലാംഗ്വേജ് അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധനമാണ് നീറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ മെഡിക്കൽ എൻട്രൻസുകൾ ഒരുപാട് തന്നെയുണ്ട്. ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാത്ത എന്താണ്, ഇറങ്ങുന്നില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതായത് ഇപ്പോൾ നേരത്തെ നമ്മുടെ ഈ ലാംഗ്വേജ് ഈ കോഴ്സുകൾക്ക് അപ്പുറമായിട്ട് നമ്മൾ വേറെ കുറേ കോഴ്സുകളും കൂടെ ആഡ് ചെയ്തത്. ഇപ്പോൾ ലോജിസ്റ്റിക്സ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, എല്ലാ കോഴ്സുകളും. അപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നീറ്റിലേക്ക് ഇറങ്ങുന്നില്ലേ എന്നുള്ള ചോദ്യം. തീർച്ചയായിട്ടും നീറ്റിലേക്ക് ഇറങ്ങുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എല്ലാ കുട്ടികൾക്കും എൻട്രൻസ് പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടികൾ ഒരുപാട് പേരുണ്ട്. എല്ലാ കുട്ടികളും പഠിക്കണം ഉള്ളവരല്ല, പക്ഷെ പഠിക്കാൻ ആഗ്രഹമുള്ള +2 കഴിഞ്ഞുള്ള +1ലേക്കുള്ള കുട്ടികളുണ്ടാവും. പക്ഷെ പലരുടെയും സാമ്പത്തിക ചുറ്റുപാടുകളും പല സാഹചര്യങ്ങളും കൊണ്ട് പഠിക്കാൻ സാധിക്കാത്തവരുണ്ട്. അപ്പോൾ നമ്മളതിന് കണ്ടിരിക്കുന്ന ഒരു കാര്യം വെച്ചാൽ 2028 കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളെയും നീറ്റിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ സൗജന്യമായിട്ട് നീറ്റ് പഠിപ്പിക്കുന്നു. അത് ഏറ്റവും
ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല അധ്യാപകരെ വെച്ച് സൗജന്യമായിട്ട് ചാർജ് ഒന്നുമില്ല, ഒരു പൈസ ഇല്ലാതെ 2028 കേരളത്തിലെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കാനുള്ളൊരു ഒരു ആഗ്രഹമാണ് മനസ്സിൽ. അതിൻ്റെ ചർച്ചകൾ നടക്കുന്നു. അതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് വേണ്ട നിങ്ങൾ രണ്ടുപേരുടെയും ഒരു വലിയ ഹെൽപ്പ് വേണം. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കറിയാം. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലെയുള്ള 2 ചെറുപ്പക്കാർ കേരളത്തിലെ വലിയ വലിയ ബിസിനസ്സുകാർ, ചെറിയ ഞങ്ങളെപ്പോലെയുള്ള, ഞങ്ങൾ പറയുകയാണെങ്കിൽ ഞങ്ങളൊക്കെ ചെറിയ ഇത് അപ്പോൾ അങ്ങനെയുള്ളവരെ നിങ്ങളുടെ 2 ചെറുപ്പക്കാരായിട്ടുള്ള ഇങ്ങനെ ഒരു സംരംഭം പോലെയുള്ള ഇത്ര മനോഹരമായൊരു സംവിധാനം ഉണ്ടാക്കി നിങ്ങളവരെ വളരെ രീതിയിൽ സഹായിക്കുക. പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ളവരുടെ ഹെൽപ്പ് വേണം. കേരളത്തിലെ ജനപ്രതിനിധികളുടെ ഹെൽപ്പ് വേണം. ഞങ്ങൾ ഓരോ ജനപ്രതിനിധികളെയും കാണാൻ വേണ്ടി ഇരിക്കുന്നുണ്ട്. വലിയൊരു പ്ലാനുണ്ട്. ഏതാണെങ്കിലും ഒറ്റ കുട്ടി പോലും അർഹതപ്പെട്ട കുട്ടി 2028 ഒരു എന്താ സമയം എന്ന് വെച്ചാൽ ഞങ്ങൾ അതിൻ്റെ ഒരു തിരക്കിലാണ്. അതിൻ്റെ സിലബസ് കാര്യങ്ങൾ ഏറ്റവും നല്ല അധ്യാപകർ കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുന്ന തിരക്കിലാണ്. അതിന് വലിയ ചിലവും ഉണ്ടാവും. ആ ചിലവ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് വഹിക്കാൻ തന്നെ തീരുമാനിച്ചേക്കുന്നത്. നമ്മുടെ ഒരു CSR ഫണ്ടിൽ നിന്ന് CSR അല്ലാതെ നമുക്ക് കിട്ടുന്നില്ല. എന്താ പറയുക, ചെറിയ ലാഭമാണെങ്കിൽ ആ ലാഭം അതിന് മാറ്റി വയ്ക്കുവാണെങ്കിൽ വലിയ സന്തോഷം. കുട്ടികൾ പഠിക്കട്ടെ എന്നേ, കുട്ടികൾ പഠിച്ചു. അടിപൊളി ഇനീഷ്യേറ്റീവ് ആയിട്ട് എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ. കാരണം ഒരുപാട് ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയപ്പോൾ വണ്ടി ഒന്ന് ആക്സിഡൻ്റ് ആയി പോയി കഴിഞ്ഞ് ചെന്നപ്പോൾ ഉള്ളൊരു വിഷയം എന്ന് വെച്ചാൽ ആള് ഭയങ്കര ടെൻസ്ഡ് ആയിട്ടിരിക്കാം. ഞങ്ങൾ പുള്ളിയുടെ പുറകെ പോയി വണ്ടിയും കൊണ്ട്, കാരണം നമ്മുടെ വണ്ടിക്ക് ഡാമേജ് ഉണ്ട്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ വിളിച്ചു പറഞ്ഞ് ആളെ ഒന്ന് എന്തായാലും നിർത്താതെ പോയ അത്ര നല്ല സ്വഭാവമല്ലല്ലോ. അങ്ങനെ ചെന്ന ആളെ കണ്ടപ്പോൾ ആളൊരു പ്രായമുള്ള ഒരാൾ, 55 വയസ്സോളം ആൾക്ക് ഏജ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, മോനെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. എൻ്റെ മകൾക്ക് +2 കഴിഞ്ഞിട്ട് നീറ്റിന് എവിടെയും അഡ്മിഷൻ കിട്ടിയില്ല. അപ്പോൾ എനിക്ക് ഇനി അതിൽ പലരും പണം കൊടുത്ത് ചേർക്കാൻ എനിക്കില്ല. അപ്പം മകൾ ഭയങ്കര ടെൻഷനിൽ. അപ്പം മകൾ വിളിച്ച് കരച്ചില്ല. അപ്പം ഞാൻ അതിൻ്റെ ഭാഗമായിട്ട് ടെൻഷനിലായിപ്പോയി. ഞാൻ അതിൽ നിർത്താതെ വരാം. ഞാൻ ആളെക്കുറിച്ച് ചായയൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ ഭക്ഷണമൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന ഒരു സ്ഥാപനത്തിൽ ആളുടെ മകൾക്ക് അഡ്മിഷൻ ആക്കി കൊടുത്തു. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ്. നീറ്റ് പലരുടെയും സ്വപ്നമാണ്. ചിലപ്പോൾ ഇതിൻ്റെ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തത് കൊണ്ട് ജയിക്കാതിരിക്കുന്നവരുണ്ടാകാം. മെറിറ്റിൽ എല്ലാവർക്കും കിട്ടുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഇതിലൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട്. അത് ചെയ്യുന്നതിന് കൈയടിക്കാതെ തരവില്ല. അത് വലിയൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നത്. അതുപോലല്ല, നീതൂസിന്റെ ഒരു സോഷ്യൽ ആക്ടിവിറ്റി നമ്മൾ കോവിഡ് ഈ ഒരു സമയത്ത് നമ്മുടെ വയനാട് ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോൾ നമ്മൾ കണ്ടതാണ്. പ്രജീഷിന് വീട് കൊടുത്ത ആ ഒരു അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കാരണം എന്തായിരുന്നു? കാരണം നമ്മുടെ ഒരു ഇനാഗുറേഷന് വേണ്ടി മാറ്റിവെച്ച തുകയാണ്, നമ്മൾ ഒരു നല്ലൊരു എമൗണ്ടാണ് നമ്മൾ സ്പെൻഡ് ചെയ്തത്. അതായത് അങ്ങനെ ഒരു ഇനാഗ്രേഷൻ നമ്മളെല്ലാവരും വളരെ ഞെട്ടലോടെ അന്ന് രാവിലെ ചാനലൊക്കെ കണ്ടെഴുന്നേറ്റ് അല്ലേ. അന്ന് നമ്മൾ കാണുവാണ് 20 പേര് മണ്ണിൻ്റെ അടിയിൽ, കുറച്ച് കഴിയുമ്പോൾ 200 പേരെന്ന് പറയുന്നു. വലിയ സങ്കടമുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്താണ് ഒരു വാർത്ത നമ്മളെല്ലാവരും ശ്രദ്ധിച്ച ഒരു ജീപ്പായിട്ടൊരു ചെറുപ്പക്കാരൻ, ഒരു അവിവാഹിതനായ കല്യാണം കഴിക്കാത്ത ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ജീപ്പ് ആയിട്ട് കയറി പോകുന്നു. കൂലിക്ക് ഓടുന്ന ജീപ്പാണെന്നാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഒരു വട്ടം പോയി കുറച്ച് ആളുകളെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. 2 വട്ടം പോകണു, 3 വട്ടം പോകണു. 4ാമത് പോയപ്പോൾ ആ കവലയ്ക്കുള്ളവർ പറയുമെന്ന് പറയുന്നു, മോനെ ഇനി നീ പോരുത്, ഇനി നീ പോയാൽ തിരിച്ചു വരില്ലാന്ന്. ഇല്ലേട്ടാ ഞാൻ പോയി അവരെ കൊണ്ട് വന്ന, ഇനി എൻ്റെ ആളുകൾ ഇനിയും മുകളിലുണ്ട്. എൻ്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ അവൻ്റെ അച്ഛനോ കൂടപ്പറപ്പുകളല്ല പ്രതീക്ഷിൻ്റെ, നാട്ടുകാരാണ്. അവൻ ആ ജീപ്പായിട്ട് പോയി ആ ആളെ എടുക്കാൻ തിരിച്ചു വരുമ്പോഴാണ് പാലം പൊളിഞ്ഞാടി. അപ്പോൾ പോവുക. അപ്പോൾ അവന് ഇങ്ങനെ ഒഴുകിപ്പോയപ്പോൾ അവൻ്റെ ഒരു ടോർച്ച് ഉണ്ടായിരുന്നു പറഞ്ഞത്. ആ ടോർച്ച് അപ്പോഴും ഇങ്ങനെ പൊങ്ങി അങ്ങനെ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് അവനിങ്ങനെ പോകാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മൾ ഒരുപാട് സൂപ്പർ ഹീറോകളെ സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിവനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള, നന്നായിട്ട് പാചകം ചെയ്യുന്ന, അപ്പോൾ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ചാൽ അവൻ്റെ വീട് ഒരു വാടക വീടായിരുന്നു. അത് പൂർണ്ണമായിട്ട് നശിച്ചു അതിനകത്ത്. അപ്പോൾ എൻ്റെ ആഗ്രഹം അവൻ്റെ അമ്മയ്ക്കൊരു വീട് പണിത് അമ്മേനെ ഒന്ന് ഒരു സ്വന്തം വീട്ടിൽ കിടത്തണം, കുഞ്ഞു വീടാണെങ്കിൽ. അവൻ്റെ ആഗ്രഹം നിറവേറ്റാൻ ഞങ്ങൾ തീരുമാനിച്ചു. നമ്മുടെ നിയോഗമായിരുന്നു. അവൻ്റെ ആഗ്രഹം നമ്മൾ നിറവേറ്റും. വീട് പണി ഏറ്റവും മനോഹരമായിട്ട് തന്നെ വീട് പണി നടന്നുകൊണ്ടിരിക്കുക. ഉടനെ നമുക്ക് അമ്മയെ ഒരു സന്തോഷത്തോടെ വീട്ടിലേക്ക് കയറ്റി കിടത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു.
അപ്പം ഇനിയും തുടരട്ടെ, കാരണം ഒരുപാട് പേർക്ക് അല്ല, നീതൂസ് വളരട്ടെ. കാരണം നീതൂസ് വളരുമ്പോഴാണല്ലോ ഇങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ ഇടയ്ക്ക് പറയാറുണ്ട്, കേരളത്തിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ബ്രാൻഡുകളൊക്കെ പെട്ടെന്ന് 100 കോടിയും 200 കോടിയും ഒക്കെ ആയിട്ട് വളർന്നാലാണല്ലോ ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യുന്ന തുകയുടെ വലിപ്പവും കൂടത്തുള്ളൂ. പക്ഷേ ഇതുപോലെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ്. നിങ്ങളെപ്പോലുള്ള ബ്രാൻഡുകൾ വളരുമ്പോഴാണല്ലോ സമൂഹത്തിന് അതൊരു നന്മയായിട്ടും പല രീതിയിൽ അതൊരു സോഷ്യൽ സർവീസായിട്ട് കിട്ടുന്നത്. ഈ വളർച്ച ഇനിയും ഒരുപാട് തന്നെ ഉണ്ടാവട്ടെ. ഒരുപാട് സന്തോഷം. കഴിഞ്ഞ വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ചെറിയൊരു മൊബൈലിൽ നിന്ന് 100 കോടി വിറ്റുവരവിലേക്കും അതിനെല്ലാം ഉപരി സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരെ കണ്ടെത്തി അവരെ സഹായിക്കുന്നതിലേക്കും പോകുന്ന ഒരു ബ്രാൻഡ് എന്നുള്ളതാണ് നീതുവിന് ഏറ്റവും ചേരുന്ന വിശേഷം. 100 കോടിക്ക് അപ്പുറമാണ് മാനുഷിക മൂല്യങ്ങൾ എന്ന് വിശ്വസിക്കുന്ന ഒരു ബ്രാൻഡ് ഇവിടെ ഉണ്ടാകുമ്പോൾ കൈയടിക്കേണ്ടത് നമ്മൾ ഓരോ പ്രേക്ഷകരുമാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇവിടെ എത്തിയതിന് നന്ദി പറയുകയാണ് ഹാരിസിനോടും നീതുവിനോടും. വളരെ സന്തോഷം സ്പാർക്കിൽ എത്തിയതിൽ. ഇനിയും വളരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.